ബെൻസും BMW ഒക്കെ ഇല്ലേ, കാണുന്നില്ല. അതൊക്കെ ഭയങ്കരമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ബെൻസ് BMW ഒക്കെ ഇപ്പം തന്നെ റോട്ടിൽ കുറെ കണ്ടു. പിന്നെ നാട്ടിലെ കുറെ വണ്ടി അങ്ങനത്തെ ആ ഒരു സാധനങ്ങളൊക്കെ ഇവിടെ അർജുന് വണ്ടികളാണ് ഭയങ്കരമായിട്ട് ഫാസിനേറ്റഡ് ആയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വണ്ടി ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന വണ്ടി ഭയങ്കര കിടുവായിട്ടുള്ള വണ്ടിയാണ്. അതൊക്കെയാണ് ഭയങ്കര ഫാസിനേഷൻ. പക്ഷെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. ഓവർ സ്പീഡ് ചെയ്ത് പോലീസുകാർ ഫൈൻ അടിച്ചാലും ഞാനല്ല ഓടിച്ചത്. ഫസ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. കിട്ടിയ എന്തൊക്കെയോ അറിയാവുന്നത് നോക്കി എടുക്കുമായിരുന്നു. കുറേ ഉണ്ട്. പിന്നെ അവിടെ ഇന്ത്യൻ ഫുഡാണെന്ന് പറഞ്ഞു. പക്ഷേ അത് നോർത്ത് ഇന്ത്യൻ ഫുഡാണെന്ന് നമുക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് അറിയത്തില്ല. പക്ഷെ എല്ലാം തിന്ന് തീർത്തു. എൻ്റെ എന്താ അർജു കുടിക്കുന്നത്? അർജു ആദ്യമായിട്ടാണ് ഒരു ഒഫീഷ്യൽ ഡ്രസ്സിൽ കാണുന്നത് അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിനു മുന്നേ എപ്പോഴായിട്ടെ അമ്മ എന്ന് സന്തോഷിക്കും. ഏത് ഇന്റർവ്യൂ? ആകെ 18 വയസ്സേ ഉള്ളേ. അതില് 4-5 വർഷം യൂട്യൂബറും ആയിരുന്നു. ഓക്കെ ശരി. ഇവിടെ ബസ് കാർഡ് എന്തോ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ബസ്സിലൊക്കെ ഇങ്ങനെ കയറാം. അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ഇതുവരെ ടാക്സിയെ യൂസ് ചെയ്തത് യാങ്കോ ബോൾട്ട് പോലുള്ള ഒക്കെ വെച്ചിട്ട് ടാക്സിയൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ കോസ്റ്റ കോഫി കണ്ടായിരുന്നു ഞാൻ. ഭയങ്കര രസമുള്ള ടൗൺ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഫോറിൻ ആളുകളെ അടുപ്പിച്ച് കാണുന്നത്. പിന്നെ പല കൺട്രീസ് പല റേസിലുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇതാണ് മെയിൻ യൂണിവേഴ്സിറ്റി എന്നാണ് പറഞ്ഞത്. എന്തായാലും അതൊക്കെ പോകുമ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മെയിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് സ്റ്റുഡൻസ് അല്ലാതെ കയറാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഇവിടെ നിറച്ച് അർജുന് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം കുറേ വിൻറ്റേജ് കാർസ്, പിന്നെ എല്ലാം പ്രീമിയം കാർസ് അങ്ങനെയൊക്കെ ആണ് മെയിൻ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. ഇവിടെ അലൗഡ് അല്ല, സ്റ്റുഡൻസ് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ദാറ്റ്സ് ഗുഡ്. പിന്നെ ഭയങ്കര സേഫാണ്. ഞങ്ങളിപ്പോൾ ബാങ്കിൽ പോയിട്ട് മണി എക്സ്ചേഞ്ച് ചെയ്തു. ഞങ്ങൾ നാട്ടിൽ നിന്ന്, ഞാൻ മുന്നേ പറഞ്ഞെന്ന് തോന്നുന്നു, നാട്ടിൽ നിന്ന് ഡോളറാക്കി എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഡോളർ ഇവിടെ മന്നത്താക്കുകയാണ് ചെയ്തത്. 50-ൻ്റെ 1 അങ്ങനത്തെ നോട്ടുകളൊക്കെയാണ്. ഇവിടുത്തെ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ 50 രൂപയാണ്. അപ്പോൾ എന്താ ഡോളറിന് ഇവിടെ നല്ല വാല്യൂ. അപ്പോൾ ഞങ്ങൾ $150 കൊടുത്തപ്പോൾ 254 മന്നത്ത് കിട്ടി. അങ്ങനെ ഇതാണ് മെയിൻ യൂണിവേഴ്സിറ്റി. പക്ഷേ ഇതാണ് ശരിക്കും മെയിൻ യൂണിവേഴ്സിറ്റി കേട്ടോ. ഫ്രണ്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ല. അറിഞ്ഞു വന്നപ്പോഴത്തേക്കും മാറിപ്പോയി. നോക്കുന്നത് മനസ്സിലാവാതിരിക്കാൻ കൂളിംഗ് ഗ്ലാസ് വെച്ച അർജുൻ. അതെ, ഇത്ര നേരം വേണ്ടായിരുന്നു. കുറെ പെണ്ണുങ്ങൾ നടക്കാൻ തുടങ്ങിയപ്പോ പ്രൊട്ടക്ഷൻ വേണം. ഓളാ നിന്നെ എനിക്കറിയത്തില്ലേ വായി നോക്കി. മക്ഡൊണാൾഡ്സും ഉണ്ട്. ആണ് ഇവിടുത്തെ എക്സാമിനേഷൻ സെൻറ്റർ. അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ആണ്. പക്ഷെ സ്റ്റിൽ ഇവിടുത്തെ ട്രാഫിക് ഒക്കെ ഭയങ്കര വെൽ മെയിൻറ്റെയിൻഡ് ആണ്. കാരണം ഇവിടെ ക്രോസ് ചെയ്യാനാണെങ്കിൽ ഗ്രീൻ ലൈറ്റ് റെഡ് ലൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ക്രോസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പിന്നെ ആ സമയത്ത് ഒരു വണ്ടിയും നമ്മളെ അടിക്കാനും ഒന്നും വരത്തില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഹോസ്റ്റൽ. ഇത് എക്സാമിനേഷൻ സെൻറ്ററാണ്, സ്റ്റേറ്റ് എക്സാമിനേഷൻ സെൻറ്റർ. ഇത് ഡയറക്റ്റ്ലി മോണിറ്റർ ചെയ്യുന്നത് ഇവിടുത്തെ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് തന്നെയാണ്. അപ്പോൾ സെറ്റ്. റെസ്റ്റോറൻറ്റ് എന്നേ ഉള്ളൂ, റെസ്റ്റോറൻറ്റ് ഇല്ല. കാണിക്കാവേ. അയ്യോ കേട്ടോ. അസർബൈജാൻ യൂണിവേഴ്സിറ്റി, ടിബെന്ന് വെച്ചാൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്നായിരിക്കും. അകത്തോട്ട് കയറാൻ പറ്റില്ല, സ്റ്റുഡൻസിന് മാത്രമേ എൻട്രി ഉള്ളൂ. ഞങ്ങൾ വേറെ പുറത്ത് നിന്നിട്ടുള്ള വിഷ്വൽസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. ഭയങ്കര രസം. തളർന്നിരിക്കുന്ന ടിബി മർക്കസ് എന്ന് പറഞ്ഞാൽ എന്താ അർജുൻ? മെഡിക്കൽ ഷോപ്പ്.
മെഡിസിൻ സെൻറ്റർ എന്നാണ് പറയുന്നത്. സർബീജൻ മെഡിക്കൽ കോളേജിൻ്റെ ഇൻസൈഡാണ് ഗൈസ്. ഇവിടെ കയറി വ്ളോഗ് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അല്ല, മെഡിക്കൽ കോളേജ് അല്ല, സർജറി ഏരിയ അല്ലേ? മ്യൂസിയം പോലെ ഇരിക്കുന്നു. അതെ അതെ. ഇന്ത്യയിൽ വെച്ച് വ്ളോഗ് എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് എടുക്കാൻ വലിയ മടിയൊന്നുമില്ല. പക്ഷെ 10 പേരെ ചുറ്റുമുള്ളെങ്കിലും 10 പേര് നോക്കുന്നുണ്ടായിരിക്കും. ഇവരെന്താ എടുക്കുന്നത്, ഇവിടെ ആരെ ഏതാണെന്നൊക്കെ അറിയാൻ നാട്ടിൽ കിട്ടാത്ത ടെൻഷനുകളൊക്കെ ഉണ്ട്. അല്ല, ഇവിടുത്തെ സ്ഥലം മൊത്തം വിചലിച്ച് ഞാൻ കാണിച്ചത്. മെഡിക്കൽ കോളേജിൻ്റെ സർജറി ബിൽഡിങ് ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, വിജിലംബിച്ച് കിടക്കുകയാണ്. ആംബുലൻസ്, പിന്നെ അപ്പുറത്തെ സൈഡിൽ പീഡിയാട്രിഷ്യൻ, അവിടെ പീഡിയാട്രിക്കിൻ്റെ എമർജൻസി യൂണിറ്റും ഉണ്ടായിരുന്നു. ഇത് സർജറി യൂണിറ്റ്. ഇവിടെ സ്റ്റുഡൻസ് പഠിക്കാൻ വരും. സ്റ്റുഡൻസിൻ്റെ എൻട്രി വേറെ. എവിടെയെങ്കിലും കുറേ നടക്കാനുള്ള ദിവസം എത്ര സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞാലും ഇല്ലാതിരിക്കുക. ഞാൻ ഇവിടെ ചത്തോ പറഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നല്ല ഷൂ ഒക്കെ ഇട്ട് സുഖിച്ച് നടക്കുന്നു. എനിക്കൊന്ന് റൂമിൽ പോയി ഊരിയിട്ടിരിക്കാൻ. പക്ഷെ നടക്കാൻ ഭയങ്കര നല്ല സ്ഥലമായതുകൊണ്ട് ഇല്ല, കുഴപ്പമില്ല. പക്ഷേ ഈ നാട്ടിൽ ഭയങ്കര സൈലൻ്റ്. എൻ്റെ ഷൂവിൻ്റെ കടയ്ക്കുള്ള സൗണ്ട് മാത്രം ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ചെയ്യാന അതിൻ്റെ ഒരു ടിപ്പല്ല, കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. എന്നാലും ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഇന്ന് ഷൂട്ട് എടുക്കുന്നത് കൊണ്ട് നമുക്കിങ്ങനെ ഒരു ഒഫീഷ്യൽ ഔട്ട്ഫിറ്റ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഹീലിടാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഹീലില്ലാത്ത ഇങ്ങനത്തെ ഒരു ഷൂസ് ഇട്ടാൽ മതിയായിരുന്നു. പക്ഷെ ഇത്രയും ഞാൻ ചിന്തിച്ചില്ല. നോട്ട് പോയിന്റ്. അഡ്മിനിസ്ട്രേറ്റീവ് വ്ലോഗ്. ഇതാണ് സ്റ്റുഡൻസിൻ്റെ മറ്റേ എന്താ പറയുക, നമ്മുടെ പേപ്പർ വർക്ക്സ്, പ്രിൻസിപ്പൽ ഓഫീസ് അങ്ങനെയൊക്കെ പറയില്ലേ, അതെല്ലാം ഇങ്ങനെയാണ്. ഇവിടെ പൊതുവെ യൂണിവേഴ്സിറ്റീസിലൊക്കെ ബിൽഡിങ്സ് എല്ലാം ഒരേ ഏരിയയിലായിരിക്കും, പക്ഷെ ഭയങ്കര ഡിഫറെൻറ്റ് ബിൽഡിങ്സ് ആയിട്ടും ഒക്കെയാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. യെസ്, ഹായ്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വ്ളോഗിൻ്റെ ഫ്രെയിമിൽ കയറി വരും. താങ്ക് യു ഫോർ ദാറ്റ്. അല്ലല്ല, നിന്റെ 3.7 മില്യൺ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ മിൽക്ക് ചെയ്യുക. നിങ്ങളുടെയും കൂടെ ഈ പച്ച പരവതാനി വിളിച്ച ഒരു സ്ഥലം കാണും. അതെന്താണെന്ന് എനിക്കറിയില്ല. കുറേ ബെഞ്ച് കാണും. അങ്ങനെ ഒരു സമ്പ്രദായം ഇവിടെയുണ്ട്. നല്ല രസമുണ്ട്. അതെ അതെ, ഇവരെടുക്കരുതെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ബാഗിട്ട് നടക്കുന്ന കണ്ടോ, പാവം 2 കുട്ടികൾ. 2 പേരും 3rd year MBBS പഠിക്കുന്നവരാണ്. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. നമ്മൾ വേറൊരു കൺട്രിയിൽ വന്നിട്ട് നമുക്ക് അതിൻ്റെതായ ഒരു ഓക്വേർഡ്നെസ്സോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ താങ്ക്സ് ടു എഡ്യൂക്കേറ്റ് ഇങ്ങനെ ഒരു കൺട്രി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയത് അവർ ത്രൂ ആണ്. ഭയങ്കര സ്മൂത്ത് ട്രാൻസാക്ഷൻ ആയിരുന്നു കേട്ടോ. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ അല്ല, ഈ വ്ളോഗിൽ തന്നെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ചൊക്കെ പറയാം. ഇന്ത്യൻ ഫുഡാണ് ഞങ്ങൾ കഴിച്ചത്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായി ഇത് തോന്നിയില്ല. പിന്നെ അവർ ഞങ്ങൾക്ക് പറഞ്ഞ റെസ്റ്റോറൻറ്റൊക്കെ തന്നെയാണ് ഞങ്ങൾ വന്ന് കഴിച്ചത്. കൊണ്ട് നിർത്താമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് കസ്റ്റർഡ് കിട്ടിയത്. അങ്ങനെ ഡെസേർട്ട് കൊണ്ട് ലഞ്ച് അവസാനിപ്പിച്ച് അടുത്ത ഷൂട്ടിലേക്ക് പോകുന്നു. ഞാൻ എന്തായാലും ഇങ്ങനെ പറയുന്നത്, ബാഹു യൂണിവേഴ്സിറ്റിയിലും കൂടെ ഷൂട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ എന്തോ പെർമിഷൻ്റെ എന്തോ ഒരു കാര്യം കാരണം അത് മാറ്റി. മറ്റന്നാൾ രാവിലത്തേക്കാണ്. അതുകൊണ്ട് മറ്റന്നാൾ രാവിലെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പോകാനിരുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങാൻ പോകാൻ പോവുകയാണ്. അതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമല്ലേ, ഹീല് മാറ്റണം, ഇല്ലെങ്കിൽ ഇത്ര നടക്കാൻ പറ്റത്തില്ല. സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇട്ടതാണ്. എനിക്ക് സ്റ്റൈൽ സ്റ്റേറ്റ്മെൻ്റ് ഇല്ല, കംഫർട്ടബിൾ ആയിട്ട് കഴിച്ച മലയാളിയുടെ കടയാണ് ഫ്ലേവേഴ്സ് ഫ്യൂഷൻ ക്രിസ്പി. നല്ല ഫുഡായിരുന്നു. അത് ഫുഡിൻ്റെ കുറച്ച് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ഫുഡാണ്. പുള്ളി ഇവിടുത്തെ മലയാളി സമാജത്തിൻ്റെ പ്രസിഡന്റ്, അങ്ങനത്തെ സംഭവം. നോക്കൂ, ഒരിക്കലും ഹീലിട്ടുകൊണ്ട് ഒരു സ്ഥലവും എക്സ്പ്ലോർ ചെയ്യാൻ പോകും. ആരാദ്യം എത്തും എന്നുള്ള മത്സരത്തിൽ ഞാൻ ജയിച്ചിരിക്കുന്നു. ഇവിടെ പോവാ.
ബാക്കു സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുക. കാരണം ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന ഷൂട്ട് കഴിഞ്ഞ് രണ്ടാമത് സ്കെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ട് മറ്റന്നാൾ രാവിലത്തേക്കാക്കി. അപ്പോൾ ഞങ്ങൾ ബാക്കു സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വൈകുന്നേരം ആകുമ്പോൾ തണുപ്പൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്വെറ്റ് ഷർട്ട്സ് പോലത്തെ സാധനം എടുത്ത് ഇട്ടിട്ട് വരികയാണ്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമുള്ള വെതറൊന്നുമല്ല. നമ്മുടെ ഒരു ബാംഗ്ലൂർ വൈബ്, ബാംഗ്ലൂരിൽ കുറച്ച് പൊടിക്കൂടി തണുപ്പുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, അങ്ങനത്തെ ഒരു വൈബ്. പിന്നെ ഇപ്പോൾ 6 മണിയായി ഇവിടെ, പക്ഷേ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ അതെ പോടാ, പക്ഷെ ഇപ്പോഴും ഇവിടെ ഭയങ്കര വെളിച്ചം ഉണ്ട്. കാണിച്ചു തരാം. കണ്ടോ, ആറരയ്ക്കുള്ള ഒരു വൈപ്പെട്ട് കണ്ടു, ഭയങ്കര ബ്രൈറ്റ് സൺ ഒക്കെ ഉണ്ട്. 7 മണി വരെ ഇവിടെ വെട്ടം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം കുറച്ച് ബാക്കു സിറ്റി എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ കാണിച്ചു തരാം. സണ്ണാണ് നമ്മൾ ആ കാണുന്നത്. 6 മണി. എനിക്ക് താഴെ ഇന്ത്യൻ ഫുഡുണ്ട്. പക്ഷെ കണ്ടോ, 6 മണിക്കുള്ള സണ്ണാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ഇവിടെ ഒരു 7 മണി വരെ ഒന്നും ലൈറ്റ് പോവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നാളെ നമ്മുടെ ഷൂട്ട് 3:30 PM ആണ്. പക്ഷേ ഉള്ളതൊക്കെ ഫേക്ക് TV ആണ്. ഇവിടെയാണ് റിയൽ TV ഉള്ളത്. കുറച്ച് പറഞ്ഞു തന്ന ചളിയാണ്. അതെ 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 അല്ല അതെ. ഇവിടെ ഇത് ബസ് മാത്രം സഞ്ചരിക്കാൻ പറ്റും. ഇവിടെ ഗേൾസിന് എൻട്രി അപ്പുറത്തെ സൈഡിൽ എവിടെയാണോ അത് ഞാൻ പിന്നെ കയറുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ നിന്നു. ഭയങ്കര വിൻഡുണ്ട്, തണുപ്പുണ്ട്. അവർ പറഞ്ഞു ഇപ്പം ഇത്ര തണുപ്പുണ്ട്. അപ്പോൾ വിൻ്ററിൽ ഇവിടെ സ്നോ ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കാരണം എൻ്റെ വാർഡ്രോബ് വൈസ് ഞാനിവിടെ പ്രിപ്പയർ ആയി ചെയ്യാൻ വന്നിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ പാർലമെൻറ്റ് ഏരിയ. ഈ യുദ്ധം നടന്ന സമയത്തൊക്കെ ഇവർക്ക് അതായത് ഇൻഡിപെൻഡൻസ് കിട്ടിയത് 1990-ലാണ്. അപ്പോൾ ആ സമയത്ത് വീരമൃത്യു അടഞ്ഞ ജവാന്മാരുടെ ബോഡീസൊക്കെ ഈ ഏരിയയിൽ എവിടെയോ ആണ് അടക്കിയിരിക്കുന്നത്. അപ്പോൾ റീസെൻ്റ്ലി നടന്നൊരു യുദ്ധത്തിൽ മരിച്ചുപോയ സോൾജേഴ്സിൻ്റെയും ഇവിടെ തന്നെയാണ്. അതൊക്കെ നമുക്ക് കാണാം. ഇതെന്തായിരുന്നു നീ മറന്നു കേട്ടോ. ഇനി അതാണോ ഇതൊന്നും എനിക്കറിയില്ല. നോക്കട്ടെ. ഇതാണ് ബോഡി അടക്കിയിരിക്കുന്ന സ്ഥലം. ഭയങ്കര ഇതൊന്നും അല്ല, എന്തുവാടാ. നിങ്ങൾ രണ്ടുപേരും കട്ട വ്ളോഗിങ്ങിലാണ് ഗൈസ്. സ്ഥലം കാണുന്നുണ്ട്. ഇതാണ്, ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ? 1000-2000 90 ഇവനാണ് നമ്മുടെ ബുജ്ജി വഴികാട്ടി. 2020 ഉണ്ടായിരുന്നു ആർമീനിയ മെട്രോ സെക്കൻഡ് എന്തായാലും ആർമി കയറുന്നു. ഒരു 21, 23, 25, 24 വരെ ആൾക്കാർക്ക് ആർമി എന്തായാലും മസ്റ്റ് കയറുന്നു. ഇവിടുത്തെ സിറ്റിസൺസ് അല്ലേ? മെന്നാണോ കമ്പൽസറി ആയിട്ട് കയറേണ്ടത്? വുമൻസും ഇല്ല, മെൻസ് മാത്രം. വേൾഡ് യുനെസ്കോയുടെ ഹെറിറ്റേജ് ലിസ്റ്റിലുണ്ട്. ബ്യൂട്ടിഫുൾ. അതിന് നല്ല ട്രിബ്യൂട്ട്. ഇത് ഇവിടുത്തെ സോൾജേഴ്സിനുള്ള മരിച്ചുപോയ വീരമൃത്യു അടഞ്ഞ സോൾജേഴ്സിനുള്ള ട്രിബ്യൂട്ടാണ് ഈ ഫ്ലെയിം. എത്രയോ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ കിടാതെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി ദേ ആർ യൂസിങ് ഗ്യാസ് ഓർ സംതിങ്, ഐ ഡോണ്ട് നോ ദാറ്റ്, ബട്ട് ദാറ്റ്സ് എ ഗുഡ് ട്രിബ്യൂട്ട്. ഇത് വേൾഡ്സ് ലാർജസ്റ്റ് ഫ്ലാഗ് പോളാണ്. കഴിഞ്ഞ വർഷം ഇവർക്ക് ഗിന്നസ് ബുക്കിൽ കയറിയ സാധനമാണ്. നമുക്ക് എൻറ്റയർ സിറ്റി കാണാം. അതുകൊണ്ട് ഈ പാർക്കിനെ ഹൈലാൻഡ് പാർക്ക് എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. ഇപ്പൊ സമയം 7:15 എന്നുള്ള കാര്യം ഓർക്കണം കേട്ടോ.
നൈസ്. ാണ് പോകുന്നത്. അവിടോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഒരു മന്നത്ത് കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഈ സാധനം കേട്ടോ, ആ ട്രങ്ക് വരും. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് ട്രങ്ക് എന്താ മനസ്സിലായില്ല, ആ സാധനം ട്രാൻസ്പോർട്ടേഷൻ സാധനം വരും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് പോയി അതിൽ കയറി ആ മോളിലേക്ക് പോകണം. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു ഇങ്ങോട്ട് തന്നെ ആയിരിക്കും വരുന്നതെന്നാണ് എൻ്റെ ഒരു ഊഹാപോഹങ്ങൾ. എന്തായാലും നോക്കാം, ഞങ്ങൾ വെയിറ്റ് ചെയ്യും. ലോട്ടസ് പോലെ ഇരിക്കുന്ന മോൾ നമ്മൾ പോകുന്ന വണ്ടി. ഡ്രൈവറില്ലേ വണ്ടിക്ക്. കാർപ്പറ്റ് മ്യൂസിയം, ഇതിനെക്കുറിച്ച് ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് വന്നായിരുന്നു. എന്താണ് ഈ പുള്ളി പുറകിന്ന് ചെയ്യുന്നത്? വന്നിറങ്ങിയത് ആ സാധനത്തിൽ ഇവിടെയായിരുന്നു ഇറങ്ങിയത്. എന്നിട്ട് നമ്മൾ പോവാണ്, മോളിൽ കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. മോളിലേക്കുള്ള എൻട്രി അല്ല കേട്ടോ, 150 റുപ്പീസ്, അതായത് 3 മന്നത്ത് നമ്മൾ കൊടുത്തത്. നമ്മൾ 3 മന്നത്ത് കൊടുത്തിട്ടാണ് 3 പേരും കൂടി കയറിയത്. അപ്പോൾ നമ്മൾ വിചാരിച്ച് നേരെ മോളിൻ്റെ അകത്തേക്കായിരിക്കും എൻട്രി വരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര മോളിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി നമ്മൾ ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ വേണേൽ കാറിൽ വരാം, പക്ഷെ നമ്മൾ ടൂറിസ്റ്റ് അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ കുറച്ചുകൂടി കമ്മ്യൂട്ട് ഈസി ആയിരിക്കും. ട്രാഫിക് ഒന്നുമില്ല, നേരെ താഴോട്ടൊക്കെ ഇറങ്ങിയാൽ പോലും വണ്ടി വരുന്നു, പിന്നെ താഴോട്ടിറങ്ങുന്നു, അങ്ങനെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമ്മൾ ഞാൻ വിചാരിച്ച കുറച്ച് എന്താ കളഞ്ഞേന്ന് DJI ക്യാമറ എന്നും വിചാരിച്ചായിരുന്നു ഞാൻ ഞെട്ടിയിരുന്നത്. എന്നിട്ട് അർജുൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് പ്രാങ്കൊക്കെ ട്രൈ ചെയ്യും. അർജുന് എന്താണെന്ന് അറിയത്തില്ല, കയ്യിലുള്ള പൈസ ഫുൾ എക്സ്ചേഞ്ച് ചെയ്ത് കൈ വെച്ചില്ലെങ്കിൽ എന്തോ ഇതിൻ്റെ കയ്യിലില്ല എന്നുള്ള എനിക്കൊന്ന് കുറച്ച് വ്യത്യാസമുള്ളതൊക്കെ ഇവരിങ്ങനെ പോയി. ATP ബാങ്ക് കേട്ടോ, ഇവിടെയാണ് ഇന്ത്യൻസ് വിഡ്രോ ചെയ്യാൻ കുറച്ചുകൂടി പറ്റുന്നതാണോ ആ ട്രാൻസാക്ഷൻ ഫീസ് കുറവ്, അങ്ങനെ നല്ലതാണ്. ഇല്ല, പക്ഷെ അതിനകത്ത് ഇങ്ങനെ ഇത് കുഴപ്പമൊന്നുമില്ല പിന്നെ അങ്ങനെ. പക്ഷെ ഇതുവരെ മ്യൂസിക്കൽ മ്യൂസിയം കാർപ്പറ്റ് മ്യൂസിയത്തിൻ്റെയും കാര്യം ഞാൻ ഗൂഗിൾ ചെയ്തിട്ടായിരുന്നു വന്നിരുന്നത്. ഇങ്ങനെ ഇവിടെ ഉണ്ട് എന്നുള്ളത് സംഭവം. മിനി വെനീസ് ഞാൻ അപർണയുടെ വ്ലോഗിൽ കണ്ടായിരുന്നു. സബ്വേ പോലത്തെ സ്ഥലം. ഇനി സബ്വേ ആണോ എന്നും എനിക്കറിയില്ല കേട്ടോ. സബ്വേ ആണോ? അവൻ എന്തോ പറഞ്ഞു. അവൻ പറഞ്ഞു ആ പുള്ളി കാണിച്ച സാഹസങ്ങൾ ഞാൻ കണ്ടിട്ട് എനിക്ക് ചിരി വന്നു. അവനാണെങ്കിൽ ചമ്മുന്ന രീതി കാണിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓഫ് ചെയ്തു. നമ്മൾ മില്ലി പാർക്കിലേക്കാണ് പോകുന്നതെന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. അത് ഇതെന്താണ് സംഭവം? ഇത് കയറി. ഇതാണ് ലിറ്റിൽ വെനീസ്. ഇവിടെ ഭയങ്കര കത്തി പ്രൈസാണ് പറഞ്ഞത്. അതിന് ഞാൻ ഭയങ്കര വാശി പിടിച്ചായിരുന്നു എനിക്ക് കയറണം എന്നും പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ നമ്മുടെ അപർണയുടെയും ജീവയുടെയും വ്ലോഗ് കണ്ടപ്പോൾ അവർ 1 മന്നത്തിനാണ് കയറിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്ര വാശി പിടിച്ചത്. പക്ഷേ ഇപ്പോൾ പറയാണ് പ്രൈവറ്റ് ബോട്ടിൽ കയറണമെങ്കിൽ 20 മന്നത്ത് കൊടുക്കണം. നമുക്ക് പ്രൈവറ്റ് വേണ്ടാന്ന് പറഞ്ഞാൽ പോലും അവർ സമ്മതിക്കത്തില്ല. പിന്നെ ലോക്കൽ സിറ്റിസൺസിന് 1 മന്നത്തും ഫോറിനേഴ്സിന് 3 മന്നത്തുമാണ്, പ്രൈവറ്റ് അല്ലാത്താണെങ്കിൽ. പക്ഷേ ഇപ്പോൾ തിരക്ക് കുറവായ കാരണം അവർ പ്രൈവറ്റിൽ കയറാൻ പബ്ലിക്കിൽ കയറാൻ സമ്മതിക്കുന്നില്ല. പ്രൈവറ്റിൽ കയറണം. പ്രൈവറ്റിൽ കയറണമെങ്കിൽ 20 മന്നത്ത്. അപ്പോൾ 20 × 50 എന്ന് പറയുമ്പോഴത്തേക്കിനും ഇച്ചിരി കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ ബോട്ട് റൈഡൊക്കെ ഉണ്ടല്ലോ, 1000 രൂപ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ നടന്ന വ്യൂ കാണാം എന്ന് വിചാരിച്ചു. ഓ നടക്കാൻ വയ്യാഞ്ഞിട്ട് അതുകൊണ്ടൊന്നും അല്ല, ഇതിന് വില കുറവാണെന്ന് വിചാരിച്ചിട്ട് പറ്റിപ്പോയൊരു അബദ്ധമാണ്. ഷട്ടപ്പ്.
പക്ഷെ ഇവിടെ ഇങ്ങനെ 1 മന്നത്ത് 2 മന്നത്ത് എന്നൊക്കെ പറയുമ്പോൾ 1 2 എന്നൊക്കെ വിചാരിക്കും. പിന്നെ കൺവേർട്ട് ചെയ്യുമ്പോഴാണ്. നമ്മൾ ശരിക്കും ബാലി പോലുള്ള കൺട്രികളിലാണ് ഇന്ത്യക്കാരൊക്കെ പോകേണ്ടത്. അവിടെ ഇന്ത്യൻ മണിക്ക് വാല്യൂ കൂടുതലാണ്. അപ്പം നമ്മളവിടെ പോകണം. എന്താ അർജു? പ്രിവിലേജോ? ഇവിടെ പോടാ. എന്നിട്ടേ ഞാൻ പറയുന്നില്ല, എന്നെ ഇത്രയും കാലമായിട്ട് ലുലു മാത്രം ഞങ്ങൾ കറങ്ങിക്കൊണ്ടിരുന്ന ഞങ്ങൾ ആദ്യമായിട്ട് എടാ പോടാ. വെനീസിയ റെസ്റ്റോറൻ്റ് ആണത്. ഇപ്പോഴും 8 മണിയായി എന്നിട്ടും ഇത്രയും ലൈറ്റ് ഉണ്ട്. ഒരു ബാക്കു സിറ്റിയിൽ ടോട്ടൽ 25 lakh ഓഫ് പോപ്പുലേഷനേ ഉള്ളൂ. അതിലെ ഫോട്ടോ ഇവിടെ ലൈവ് മ്യൂസിക്, പിന്നെ കുറേ ഫുഡിൻ്റെ ഷോപ്സ്, പിന്നെ നമ്മുടെ മറൈൻ ഡ്രൈവിൽ കാണുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട്. വലിച്ച് മുകളിൽ കൊടുക്കുന്നതും ഒക്കെ ഉണ്ട്. സ്വീറ്റ്സ് ട്രൈ ചെയ്യാൻ കയറി ഇവരെല്ലാം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കും. പിന്നെ നമ്മളെ ഫുൾ ട്രൈ ചെയ്യിക്കും. പിന്നെ ചായ തരും. അപ്പം നമ്മളങ്ങ് വാങ്ങിച്ചില്ലേ മോശമല്ലേ എന്ന് കരുതി ഇതെല്ലാം കൂടി വാങ്ങിക്കാൻ തുടങ്ങും. ആണ് സംഭവം. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ചോക്ലേറ്റൊക്കെ ഭയങ്കര ടേസ്റ്റ്. ഞാനൊരു 3 ചോക്ലേറ്റും പിന്നെ അഫ്രീക്കാനി ബക്ലാവയും എടുത്തു. നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന ബക്ലാവ പോലെ നല്ലതുണ്ട്. ഇത് ഭയങ്കര കിട്ടും ടേസ്റ്റ്. അത് വേറെ ടേസ്റ്റ്, ഇത് വേറെ ടേസ്റ്റ്. അങ്ങനെ എനിക്ക് അവിടുത്തെ അത്ര എനിക്കിഷ്ടമല്ല. ഇവിടുത്തെ കൊള്ളായിരുന്നു, അതുകൊണ്ട് എടുത്തു. പിന്നെ അതേ ഈ സാധനം വാങ്ങിച്ചു കുറച്ച് ഒരു 4 പ്രാവശ്യം മാറ്റി എടുത്തിട്ടാണ് ഒരെണ്ണത്തിലേക്ക് സ്ഥിരീകരിച്ചത് പുള്ളി. അതാണ് കട. ഇവിടെ ഇങ്ങനെ കയറി മുകളിലേക്കാണ് പോകുന്നത്. ഇതാണ് ഗാഞ്ചയിലെ യൂണിവേഴ്സിറ്റി. ഇവിടെ വെറ്റിനറി ആണ് ഇവിടുത്തെ മെയിൻ കോഴ്സ് വരുന്നത്. എന്താ പറയുക, ഭയങ്കര അങ്ങനെ മാർക്സ് എന്തോ നമുക്കെന്തോ 50% അത്ര എന്തോ മതി അഡ്മിഷൻ കിട്ടാനായിട്ട്. അപ്പോൾ കിടു കോളേജ് ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു കോളേജ്. ഒരു 4 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ ഗാഞ്ച എത്തിയിരിക്കണം. ബാക്കുന്ന് കാർ റൈഡിൽ കൂടെ ഗാഞ്ചയിൽ വന്നിരിക്കുകയാണ്. ഒരു എന്താ പറയുക, വരുന്ന വഴികളിലൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അവിടെ വരുന്ന വഴികളിൽ ഏറ്റവും അധികം ഞാൻ കണ്ടത് വഴികളിലൊക്കെ നല്ല റോസാപ്പൂക്കളുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. വീഡിയോ വ്ലോഗ് എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്. അതിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിറച്ച് റോസാപ്പൂക്കളും. എന്നിട്ടിങ്ങനെ ഒരാൾ വന്നിരുന്നിട്ട് അവിടെയുള്ളവർക്ക് ടീ സെർവ് ചെയ്യുക, കോഫി സെർവ് ചെയ്യാൻ പറ്റൊക്കെ. പിന്നെ ഇവിടെ കൂടുതലും ബ്ലാക്ക് ടീ ആണ് കൂടുതൽ ആളുകൾ സ്ഥിരമായിട്ട് കുടിക്കുന്നത്. അതിന് 25 കപ്പിക്കേ ഉള്ളൂ. അതായത് നമ്മുടെ നാട്ടിലെ 15 രൂപ അത്രയൊക്കെ വരത്തുള്ളൂ. അങ്ങനെ പിന്നെ എന്താ പിന്നെ വരുന്ന വഴികളിലൊക്കെ സോൾജേഴ്സ്, വീരമൃത്യു സോൾജേഴ്സിൻ്റെ ഫോട്ടോസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അവർക്കുള്ള സ്മാരകങ്ങളുണ്ട്. അങ്ങനെ കുറേ. ഇവിടെ കമ്പൽസറിയാണ് 24 വയസ്സിനുള്ളിൽ മിലിറ്ററിയിൽ സർവീസ് ചെയ്യണം എന്നുള്ളത് ഇവിടുത്തെ സിറ്റിസൺസൊക്കെ. അപ്പം അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് മിക്കവരും സെർവ് ചെയ്യണം, കൺട്രി സെർവ് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ വേറെ എന്താ കണ്ടത്? പിന്നെ ഭയങ്കര നമ്മുടെ ഓൾഡ് ഇൻഫ്രാസ്ട്രക്ചറൊക്കെയാണ് ഗാഞ്ചയിൽ. ഭയങ്കര രസം, ഭയങ്കര പഴയ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു വൈബൊക്കെ. പക്ഷേ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണാം. 19 മന്നത്ത് കൊടുത്ത് ഞാൻ വാങ്ങിച്ച എൻ്റെ ഫാഷൻ സ്റ്റേക്ക് കുഴപ്പമില്ല. 2 ക്യൂട്ടേഷ്കൾ, ക്യൂട്ടി പൈസ് അടി ഉണ്ടാക്കുവാണോ എന്തോ. ഹായ് ഗായ്സ്, ഈ ആംഗിൾ നല്ലതാണോ എന്ന് എനിക്കറിയില്ല. അല്ല, നല്ലതാണെന്ന് എനിക്ക് കാണാൻ പറ്റും. ഇന്നലെ ഞാൻ കുറേ ക്ലിക്ക് ചെയ്ത വിഷ്വൽസ് ഒന്നും എനിക്ക് മറ്റേ റെക്കോർഡ് ഞെക്കാതായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഗാഞ്ചയിലെ എൻഡിങ് സാധനങ്ങളെല്ലാം മിസ്സായി. പക്ഷേ ഇന്നലെ കൂടുതലും ട്രാവലിംഗ്, ഒരു 10 മണിക്കൂർ ഞങ്ങൾ കാർ തന്നെയായിരുന്നു. പിന്നെ വന്നിട്ട് ബോധം പോയി കിടന്നുറങ്ങി. ഇപ്പം ഞങ്ങൾ May 28 എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഇവിടെ ഇൻഡിപെൻഡൻസ് കിട്ടിയത് May 28, 1990-ലാണ്.
അപ്പോൾ അത് വെച്ചിട്ടാണ് ആ സ്ഥലത്തിന് പേരിട്ടിരിക്കുന്നത്. ഒരു മിനിറ്റ്. അപ്പം ആ സ്ഥലത്തേക്ക് ഞങ്ങൾ തെണ്ടിത്തിരിയാനായിട്ട് പോവാണ്. അർജുന് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഷൂ ഇടുന്നില്ലേ? ആ, ഷൂ എന്താ മറ്റേ വീട്ടിലെ ഓർമ്മയില്ലേ, മറ്റേ അങ്ങ് ഇറങ്ങിപ്പോയിട്ട് പുറത്തു പോയി ഷൂ ഇടാൻ പോവായിരുന്നു. അപ്പം ഇന്നത്തെ നമ്മുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ ഇസ് ദിസ്. വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് ആക്ച്വലി പ്രേമരാജൻ ചേച്ചി തന്നതാണ്. ആൻഡ് ഈ റൂം മൊത്തം മറ്റേ അർജുൻ കോലാഹലമാക്കിയിട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കാരണം എന്നും രാവിലെ എഴുന്നേൽക്കുക, റെഡിയാവുക, ഇറങ്ങാൻ. ഗൈസ് ഇവിടെ കുറേ ഷോപ്പിങ്ങും ഇതുമൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അധികം ബ്ലോഗൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊരു മടിയായിരുന്നു. നമ്മൾ ഈ ഷോപ്പിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര മടി വരും. എന്നിട്ട് ഇവിടുന്ന് വാങ്ങിച്ച എത്രയോ മന്നത്തിൻ്റെ ജാക്കറ്റ്, പക്ഷെ ഭയങ്കര കുഴപ്പമില്ലായിരുന്നു. 1000-ൻ്റെ ഉള്ളിൽ എന്തോ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഞാനൊരു ബാഗും വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചുതരാം. അതിനും 1000 ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു 1000 ആണോ 1000 ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ സെറ്റാക്കി അത് കാണിച്ചുതരാം. വാങ്ങിച്ചതെല്ലാം ചെയ്യാനിങ്ങനെ വൃത്തിക്ക് കാത്തു നിൽക്കുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളവരെല്ലാം. നമ്മൾ നാട്ടിലായിരുന്ന ഇപ്പം ഞാൻ ചാടിത്തുള്ളി അപ്പുറത്തെത്തിയേനെ. നമ്മൾ നടന്ന് ഓൾഡ് സിറ്റി ബാക്കുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നടന്ന് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കയറാൻ വേണ്ടി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ബസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബസ്സിലൊന്ന് കയറണം എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ട് ആണ് നമ്മൾ നടന്ന് ബസ്സിൽ കയറി. അത് ജി വാഗൺ അല്ലേ? ജി വാഗൺ ഞാൻ പഠിച്ചു. കാരണം അർജ് 24 മണിക്കൂറും ഫുട്ബോളും കാറും തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കും. ഇവിടുത്തെ സ്ട്രീറ്റ്സൊക്കെ ഭയങ്കര രസം. ഒന്നെങ്കിൽ ഫുഡിൻ്റെ കടകൾ ഒരുപാടുണ്ട് കേട്ടോ. ഡോണേഴ്സ്, ഷവർമ കട, കബാബിൻ്റെ കട. ആടാ, ഈ വ്ളോഗ് ഹിറ്റായ വാങ്ങിച്ചുതരാം. ആദ്യത്തെ വ്ളോഗാണ്. ഓക്കെ അത് വാങ്ങിക്കാം. രണ്ടുപേരും മരിച്ച് വ്ളോഗ് എടുത്തോണ്ടിരിക്കുക. പക്ഷെ ഇന്നലെ ഒന്നും എടുക്കാൻ പറ്റില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. കാരണം 10 മണിക്കൂറോളം യാത്രയായിരുന്നു. അപ്പം ഇന്ന് അതിൻ്റെയും കൂടി കേട് തീർത്ത് എടുക്കണം എന്ന ആഗ്രഹമുണ്ട്. ഇന്ന് 7 മണിയാകുമ്പോഴേ നമുക്ക് ഷൂട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് ആ നേരം കൊണ്ട് ചെയ്യാമെന്നാണ്. ഇവിടെ അനധികൃതമായി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും എന്നുണ്ട്. അതുകൊണ്ടൊരു പേടിയുണ്ട്. ഇവിടുത്തെ രസമാണ് ഇവിടുത്തെ സ്ട്രീറ്റൊക്കെ. ഞാൻ കുറച്ച് സ്ട്രീറ്റൊക്കെ എൻ്റെ മോങ്ങേണ്ടത് പണ്ട് കാണത്തില്ലേ. അതെ, ഇവിടുത്തെ തിയേറ്റർ. ഇവിടുത്തെ ലാലേട്ടൻ ആരാണോ എന്തോ. ലാലേട്ടൻ ആരാന്ന് മനസ്സിലാവുന്നില്ല. ഇവനാണ് നമ്മുടെ വഴികാട്ടി എപ്സൺ. ഒന്ന് ഹായ് പറയോ? ഇത്രയും ദിവസവുമായിട്ട് ഇപ്പോഴാ ഹായ് പറയിപ്പിക്കുന്നത്. ഇന്ന് എനിക്ക് ഇവിടുന്ന് കിട്ടിയൊരു ഭർത്താവാണ്. നമ്മൾ പോകാനിരുന്ന ബസ് അതിപ്പം നമ്മളെ കൂട്ടാതെ നമ്മൾ എത്തുന്നതിന് മുന്നേ പോയിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത ബസ് വരാനായിട്ടൊരു 15 മിനിറ്റ് 15 മിനിറ്റൊക്കെ എടുക്കും എന്ന് പറഞ്ഞു. നമുക്ക് ബ്രിട്ടീഷ് ടാക്സി എംലാൻ ബാക്കു അതായിരിക്കും ബ്രിട്ടീഷ് ടാക്സി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാബ് എടുത്തിട്ട് പോവാം എന്ന് വെച്ച് ഇപ്പം ക്യാബ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം 15 മിനിറ്റ് കളയാൻ നമുക്കില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ടല്ല, കുറേ നടന്നപ്പോൾ മടിയായി. അപ്പോൾ പിന്നെ കാറിൽ കയറി ഇരുന്നിട്ട് പോവാം എന്ന് വിചാരിച്ചു. പക്ഷേ ബസ്സിൽ കയറണം എന്ന ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. ബസ് പോയി ഇനി 15 മിനിറ്റ് എടുക്കുന്നുള്ള പാനി പോവാന്ന്. അതെ, നീ ചാത്തൻ ഫോൺ കവറും വാങ്ങിച്ച് സന്തോഷിച്ച് നിൽക്കുന്നു. ഐഫോണിന്റെ സിലിക്കൺ ഒറിജിനൽ എത്ര രൂപയ്ക്ക് കിട്ടിയ? നാട്ടില് 600 രൂപയ്ക്ക്. ഡിസൈൻഡ് ബൈ ആപ്പിൾ കാലിഫോർണിയ. സ്റ്റീവ് ജോബ്സിന്റെ ഒപ്പ് കാണുന്നില്ലടേ. അതിൽ എന്റെ കുഴപ്പമില്ല. ഇന്നത്തെ സഹയാത്രി പാവം അവന് മടുത്തു.
സിനിമ എന്ന് പറയുന്നത് ഇത് നമ്മുടെ പഴയ ഗൈസ് ഇവിടെ നമ്മുടെ ഇന്ത്യൻ സിനിമയൊക്കെ ഇവരുടെ ഭാഷയിൽ ഡബ് ചെയ്ത് കാണിക്കും. ഓം ശാന്തിയും ഷാറുഖ് ഖാന്റെ ഫാനൊക്കെയാണ്. ഇതാണ് വാച്ച് ടവറായിട്ട് യുദ്ധം നടന്ന സമയത്ത് യൂസ് ചെയ്തിരുന്ന ഡിജിറ്റൽ ക്യാമറ വെച്ച് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടുത്തെ വഴിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ വെച്ചിരിക്കുന്ന ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ അത് റിപ്പയർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാതെ ഓൾഡ് ബാക്കും അതുപോലെ തന്നെ അവർ കീപ്പ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെയൊക്കെയുള്ള വിഷ്വൽസൊക്കെ കാണാം. ഇതാണ് ഓൾഡ് സിറ്റി. ഭയങ്കര രസമാണ് ഇവിടുത്തെ എന്നിട്ട് ഓൾഡ് സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിനും ആ ഒരു നമ്മൾ ഓൾഡ് അതെ ഭയങ്കര പഴയ ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം അതേപടിയാണ് ഇവർ കീപ്പ് ചെയ്തിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അല്ലാതെ വേറൊന്നും ഇവിടെ അലോ ചെയ്യാറില്ല പുതിയതായിട്ട് വരാൻ വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം റോഡ്സൊക്കെ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ബാക്കി പഴയ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവിടെ JCB പോലത്തെ സാധനം പണി നടക്കുമെന്ന് തോന്നുന്നു. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പം 4:45 വൈകുന്നേരം സമയം. ഇവിടെ എല്ലായിടത്തും നോക്കിയാലും കാണാം പല കൺട്രീസിലുള്ള ആളുകളുണ്ട്. ടൂർ ഗൈഡൊക്കെ ആയിട്ട് ഫുള്ള്. ഇത് ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ് കേട്ടോ. അവനാണ് നമ്മുടെ ടൂർ ഗൈഡ്. അവനിവിടെ പഠിക്കുന്നല്ലേ അസർബൈജാനിൽ. അവൻ ടൂർ ഗൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിങ്ങനെ ഗൈഡായിട്ട് പോവാറുണ്ട്. ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അറിയാം. ഇവനാണ് നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം കാണിച്ചു തന്നത്. പിന്നെ ഏകദേശം ഓൾഡ് സിറ്റി കണ്ടു. നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞേ? അത് തന്നെ പാലസോ അത് സാധനം വേണ്ട, ഞാൻ ശ്രമിക്കുന്നില്ല. കുറച്ചധികം നടന്ന് ഇങ്ങനെ പോകണം എന്നാണ് പറയുന്നത്. ഇവിടുത്തെ തണുപ്പ് കാരണം തല മൊത്തം വേദനയാണ് ഇപ്പം. എന്നുവെച്ചാൽ ഒരു 16 ഡിഗ്രി സെൽഷ്യസ് അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഞാനൊരു മൈഗ്രെയിൻകാരി ആയതുകൊണ്ട് മാത്രം കുറച്ച് പണ്ട്. പിന്നെ അതിൻ്റെ തന്നെയാണോന്നും അറിയില്ല. ഓ അർജുൻ്റെ വ്ളോഗുകളാക്കാൻ എന്തെങ്കിലും പറയേണ്ട സമയം കഴിഞ്ഞു. തളർന്നു. അതുകൊണ്ടാണ്. ഇല്ല സെയിം സാധനമൊക്കെ തന്നെ അല്ലേ. ഓ ഭയങ്കര രസം. ഒരു പാരീസിലൊക്കെ ആ സാധനം യൂറോപ്പ് നമ്മളിവിടെ പോയ സ്ഥലം യൂറോപ്യൻ വൈബ്. തെരുവുകളിൽ കൂടി നടന്ന് ഓൾഡ് സിറ്റി ബാക്കുവിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കിടക്കാൻ പോവുകയാണ്. ഇവിടെ ഇപ്പം ഇതെല്ലാം മറ്റേ സ്റ്റേസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അവർ യൂസ് ചെയ്യുകയാണല്ലാതെ ഒരു ആ സിറ്റി ആസിൻ എന്താ പറയുക, എന്തോ അതിന് പറയുന്നത്, അവർ സിവിലൈസേഷൻ എന്തോ അതിന് പറയുന്നത് മറന്നുപോയി ആ വാക്ക്. അവർ താമസിക്കുന്നില്ല. അല്ലാതെ ഇങ്ങനെ ഹെറിറ്റേജ് സ്ഥലങ്ങൾ പോലെ നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ ഹെറിറ്റേജ് സ്ഥലങ്ങളായിട്ടാണ് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ 7 മണിക്ക് നമുക്ക് കുറച്ച് വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടിൻ്റെ വീഡിയോസൊക്കെ അർജു ലൈൻ മാറി നടക്കെ വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നാളെ രാത്രി നമ്മൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഇന്നത്തെ എല്ലാം റപ്പപ്പായി. ഇനിയും ഷൂട്ടൊക്കെ കഴിഞ്ഞാൽ കാണിക്കാം കേട്ടോ. ഇന്നൊരു ഇവിടുത്തെ മലയാളി സ്റ്റുഡൻസ് എല്ലാവരും കൂടിയാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകുന്നത്. അതിലൊരു സ്റ്റുഡൻറ്റിൻ്റെ പാരൻറ്റിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ആഘോഷിക്കാനായിട്ടൊരു മലയാളി റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകുന്നത്. ഇവിടെ ഭയങ്കര കമ്മ്യൂണിറ്റിയാണ് കേട്ടോ മലയാളി സ്റ്റുഡൻസ്. ഇന്ത്യൻ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല കമ്മ്യൂണിറ്റിയാണ്. അവർ ഇന്ത്യൻ സിനിമയൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കിനും ഇവരുടെ ഗ്രൂപ്പിലൊരു പോളൊക്കെ ഇടും, കാണാൻ താല്പര്യമുണ്ടോ. അപ്പോൾ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനാണ് സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം നമ്മുടെ ഇന്ത്യൻ സിനിമയൊക്കെ നമുക്ക് കാണാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും താല്പര്യമുള്ള സിനിമകളൊക്കെ എന്തായാലും ഇവിടെ കാണിക്കും.
അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു കൾച്ചർ വരുന്നത്. ക്യാമറ ഇങ്ങനെ പിടിക്കും, അപ്പം കുറച്ചുകൂടി നോയ്സ് അകത്തോട്ട് വരും. ഓക്കെ, ഇവിടുന്ന് അർജുനെ പഠിപ്പിക്കുന്നു. റെക്കോർഡുണ്ടോ? ആ റെക്കോർഡാകുന്നുണ്ട്. അത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ബാക്കി ഡിന്നറിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി ഞങ്ങൾ ഡിന്നറിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം. ഈ സാധനം ഇന്ത്യയിൽ ഇറങ്ങി തീർന്നു. ഇന്ത്യൻ മാർക്കറ്റ് കിട്ടില്ല. ഇനിയും പറയാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. 10 മണിക്കാലോ വെച്ചിരിക്കുന്നു. ആണോ? അതെ അതെ, ആ ചേട്ടൻ്റെ ബർത്ത്ഡേ. ഇതാണ് വേണ്ട, അത് വേണ്ട. നമ്മുടെ എപ്സൺ ഇതെവിടെ നിന്ന് കയറി? ഹലോ എന്താ? ഹലോ അപ്പൊ നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ സഹപാഠിയും സഹപ്രവർത്തകയും ആയ ഡോക്ടർ അപർണയുടെ ഫാദറിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മളെല്ലാവരും അദ്ദേഹത്തെ വിഷ് ചെയ്യുക. അദ്ദേഹം ഇവിടെ വന്നു, നമ്മളെല്ലാം വിളിച്ചു. താങ്ക് യു അങ്കിൾ, ഹാപ്പി ബർത്ത്ഡേ, ലോങ് ലിവ്. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. രസം. ഇവിടുത്തെ മാനേജറുണ്ട്. ചിക്കൻ, ദാല്, റൈസ്, കിടു പോഡ്കാസ്റ്റ്. അസർബൈജാനിലുള്ള മലയാളി റെസ്റ്റോറൻറ്റ്. വെള്ളം മതി. സ്പ്രൈറ്റ് ചെറുത് മതിയടാ. ആ ഓക്കെ, പറഞ്ഞേക്കാം. അതും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അസർബൈജാനിലുള്ള മലയാളി റെസ്റ്റോറൻറ്റ്, നമ്മൾ ആദ്യത്തെ ദിവസം ഉച്ചയ്ക്ക് ഫ്യൂഷൻ ക്വിസീൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയില്ലേ, അപ്പം അവരുടെ തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റും. അപ്പം നമുക്കിതാ ബിരിയാണി ഉണ്ട്. അർജുൻ ഞാൻ എടുക്കുന്നതിന് മുന്നേ നല്ല പീസെല്ലാം അടിച്ച് മാറ്റി എടുക്കുവാണ്. പിന്നെ നമുക്ക് കേരള പൊറോട്ടയുണ്ട്, രസമുണ്ട്, പനീറുണ്ട്. ഓ മൈ ഗോഡ്, കൊതിയാണ്. 2 ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് മാറിയെന്നാൽ നമുക്ക് ഉറപ്പാണല്ലോ നമുക്ക് ഫുഡ് നമ്മുടെ നാട്ടിലെ. അതെ അല്ലേ? ഇന്നലെയാണോ ഇന്നാണോ പറഞ്ഞത്? ഇവനുണ്ടായിരുന്നു. ഇന്നലെ എന്തോ പൊറോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശക്കാൻ തുടങ്ങിയായിരുന്നു. ശരിയാ, പൊറോട്ട എന്ന് കേട്ടോണ്ടേ. അപ്പം നമുക്ക് എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി? കിടും. അപ്പം ഇനി കഴിച്ച് കഴിഞ്ഞിട്ടുള്ള റിവ്യൂ പറയാമേ. നോക്ക് നമ്മുടെ പ്ലേറ്റ്, എന്തോരം ഭക്ഷണമാണ് കഴിച്ചത്. കുറേ ഉണ്ടായിരുന്നു. എല്ലാം കിടു ഫുഡ്. അർജുന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പരിപ്പ് കറിയും ബിരിയാണിയാണെന്ന് തോന്നുന്നല്ലേ. മട്ടനായിരുന്നു. ഞാൻ റൈസ് മാത്രം കഴിച്ചു. കിടുവായിരുന്നു. ഞാൻ മട്ടൻ കഴിക്കാറില്ല. പിന്നെ ദേ നമ്മുടെ ഡെസേർട്ട്സ്, ഐസ്ക്രീമും ക്യാരറ്റ് ഹൽവയും. ക്യാരറ്റ് ഹൽവ എൻ്റെ ഫേവറേറ്റാണ്. എനിക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരൊറ്റ ഡെസേർട്ടുമാണ് ക്യാരറ്റ് ഹൽവ. അല്ലേ അർജു? ആ ബിരിയാണിയുടെ ഒപ്പം ആകെ നല്ലതായിട്ടുണ്ടായിരുന്നത് ക്യാരറ്റ് ഹൽവയായിരുന്നു ഞാൻ ഉണ്ടാക്കിയപ്പോൾ. ഓർമ്മയുണ്ടോ? നീക്കോ കഴിച്ചു തീർത്തിട്ട് പ്ലേറ്റ് കൊണ്ട് വെച്ചെനിക്ക്. അപ്പം അടിപൊളി ഡിന്നറായിരുന്നു. ഈ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ഓൾഡ് മോങ്ക്. അതൊരു പബ്ബും റെസ്റ്റോറൻറ്റും ഒക്കെ കൂടെ കൂടിയിട്ട് ഇവിടെ ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ വേറെ കുറേ ഇന്ത്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എല്ലാവരും മലയാളി സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഇവിടെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രൈവറ്റ് സെറ്റപ്പിലാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഇവിടെയാണ് ഡോറ്. ഈ പാട്ടിനൊക്കെ കോപ്പിറൈറ്റ് അടിക്കുമോ?
ആകെ 10 പേര് കാണും. അതും കൂടെ അവര് കൊണ്ടുപോകും. അപ്പൊ ശരി, കാണാം. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റാണത്. നമ്മളിപ്പോൾ ഉള്ളത് ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് രാത്രി 11:30 ഫ്ലൈറ്റ് കയറുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഫയർ ടെമ്പിളും ഫയർ മൗണ്ടനും കാണാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. കോമൺ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ 2 സ്ഥലത്തേക്ക്, അതായത് ഫയർ ടെമ്പിൾ ഫയർ മൗണ്ടനിലേക്കുള്ള ടിക്കറ്റാണ് കിട്ടുന്നത്. ഫയർ ടെമ്പിൾ എടുത്തിട്ട് ഈ വഴി കയറുക. ഇവിടെ വന്നിട്ട് നമുക്ക് കോഫി ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി കോഫിയും ചെറിയ സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടുന്ന് നടന്ന് ഈ മല മൊത്തം കടന്ന് അപ്പുറത്ത് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഫയർ മൗണ്ടൻ ഫയർ ടെമ്പിൾ. അല്ല, അറിയത്തില്ല കേട്ടോ, അങ്ങോട്ട് പോയി നോക്കാം. ഇന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഗൈഡ് ഇവിടെ ആരും ഇല്ലാതെ അസർബൈജാനിൽ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നത്. നമ്മുടെ കലണ്ടറിൻ്റെ കൂടെ ഉള്ളൊരു ഗൈഡാണ്. പക്ഷേ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങളിവിടെ സ്ഥലത്തും മരുന്നുള്ള രീതിയിലാണ് ബ്ലോഗ് ചെയ്തത്. ഞങ്ങൾ പറയുന്നത് കേൾക്കാനാണോ കൂടുതൽ ഇഷ്ടം? വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് ഡോഗ് എന്നൊക്കെ ഫ്രണ്ടിൽ എഴുതി വെച്ച് ഡോഗ് എന്ന് പറയാറില്ല. സത്യം മലയാളികളെ കണ്ടു ഞാൻ. എൻ്റെ ഫ്രണ്ടിൽ കൂടെ എന്തോ മലയാളി ഞാൻ സ്റ്റൈലിൽ ഞാൻ മലയാളി അല്ല എന്നുള്ള രീതി നോക്കി. പറന്നു പോകുന്നു. ഇതാണ് സംഭവം എന്നാണ് തോന്നുന്നത്. ഫയർ ടെമ്പിൾ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ രഹസ്യമായി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഡേ ലഞ്ച് കഴിച്ചാതെ കടയിൽ പോകുന്നതിന് മുന്നേ ഒരു ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ട് പോവാം എന്ന് കരുതി കയറിയിരിക്കുകയാണ്. ചിക്കൻ ബിരിയാണി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. പറ്റുന്നില്ല. അങ്ങനെ ബാക്കുവിലെ ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്ന് ബാക്കുവിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല, ഞാൻ ഭയങ്കര ടയർഡായിരുന്നു. അർജുന് ടാറ്റ കൊടുക്കണം, എന്താ കാര്യം ചേട്ടൻ ടാറ്റ തരണമെന്നുണ്ടായിരുന്നു. പാവർച്ചു ഗായ്സ്, നമ്മളാണ് ആദ്യം ഫ്ലൈറ്റ് കയറുന്നവർ. ഞാൻ പറഞ്ഞ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും എനിക്ക് ആദ്യം കയറുന്നത്. എന്നിട്ട് ബാക്ക് ബെഞ്ചിൽ പോയിരിക്കാനല്ലേ? നോക്കൂ ഫസ്റ്റ്, കാരണം ബോർഡിങ് വിളിച്ചോണ്ട് ഞങ്ങൾ അവിടെ പപ്പ വന്ന് നിന്നേ ഉള്ളായിരുന്നു. അല്ല 21 to എത്രയോ വരാൻ പറഞ്ഞു. നമ്മൾ 27 നമ്മളെങ്കിൽ കയറി പോന്നു. അപ്പം ശരി ഗായ്സ്, ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറട്ടെ. നമ്മൾ കൊച്ചി എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇനി അടുത്ത വ്ളോഗുമായിട്ട് വരാം. ഇതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റഡോടും അവിടെയുള്ള സ്റ്റുഡൻസ്, മലയാളി സ്റ്റുഡൻസ്, സഹദ്, കലണ്ടർ, നമ്മുടെ എപ്സൺ, ഇവർ 3 പേരും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഇവർ 3 പേരോടും പിന്നെ എഡ്യൂക്കേറ്റ് ടീമിനോടും ഈ ട്രിപ്പിന് വേണ്ടി സ്പെഷ്യൽ താങ്ക്സ് പറയണം. വർക്ക് പ്ലസ് ഫൺ ട്രിപ്പായിരുന്നു. എന്തായാലും അടുത്ത വ്ളോഗോടുകൂടി കാണാം.